യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഭിൻ വർക്കി കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു വാചകത്തിൽ നിന്ന് വേണം ഇന്ന് നമുക്ക് തുടങ്ങാൻ. സുരേഷ് ഗോപിയുടെ വായിൽ നാക്കുണ്ടോ എന്നറിയാൻ നിലവിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കേണ്ട അവസ്ഥയാണ് എന്നതായിരുന്നു ആ വാചകം. എവിടെയാണ് സുരേഷ് ഗോപി? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും പള്ളികളിലും അരമനകളിലും കയറിയിറങ്ങിയ സുരേഷ് ഗോപി ഇപ്പോൾ എവിടെയാണ്? ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാർ അനീതിക്ക് ഇരയായപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങളും മതസ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും ലംഘിക്കപ്പെട്ട കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ എവിടെയായിരുന്നു സുരേഷ് ഗോപി? കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനെന്ന കുപ്പായം പലകുറി സ്വയമേ അണിഞ്ഞ BJPയുടെ കേന്ദ്രമന്ത്രി എന്തുകൊണ്ടാണ് കഴിഞ്ഞ 9 ദിവസങ്ങളായി നിശബ്ദതയിൽ പൂണ്ടുപോയത്? കേന്ദ്രമന്ത്രി എന്ന തൻ്റെ പദവി ഉപയോഗിച്ച എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ മണവാട്ടിമാർക്ക് നീതി ഉറപ്പാക്കാൻ മുന്നിട്ടിറങ്ങാതിരുന്നത്? സുരേഷ് ഗോപിയുടെ മൗനം തുറന്നു കാട്ടുന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ കപടതയും അവസരവാദത്തെയും തന്നെയാണ്. അനീതിയുടെ വാതിൽ ചവിട്ടി തുറന്ന് കയറിച്ചെല്ലുന്ന മാസ് പരിവേഷമുള്ള 1000 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സുരേഷ് ഗോപിയല്ല യഥാർത്ഥ ജീവിതത്തിലെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ അധികാര പരിധിക്കും അപ്പുറമുള്ള മറ്റേതെങ്കിലും രാജ്യത്തൊന്നുമല്ല ഈ സംഭവ വികാസങ്ങളെല്ലാം അരങ്ങേറുന്നത്. കേവലം ഒരു ഫോൺ കോൾ കൊണ്ട് സുരേഷ് ഗോപിക്ക് ഇടപെടാൻ കഴിയുന്ന, പരിഹരിക്കാൻ കഴിയുമായിരുന്ന ദൂരത്തു മാത്രമാണ് ഈ 2 കന്യാസ്ത്രീകളും ഉള്ളത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ഈ 2 കന്യാസ്ത്രീകളെയും തടങ്കലിലാക്കിയിട്ടുള്ളത് BJP സർക്കാരാണ്. അതിന് മുറവിളി കൂട്ടുന്നത് ബജ്രംഗ് ദളും. പക്ഷേ സുരേഷ് ഗോപി മൗനത്തിലാണ്. ഇതൊന്നും താൻ അറിയുന്നില്ല എന്ന മട്ടിൽ അയാൾ നിശബ്ദനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാതാവിന് സ്വർണ്ണക്കിരീടം സമ്മാനിച്ച സുരേഷ് ഗോപിയാണ് കർത്താവിൻ്റെ മണവാട്ടിമാർക്ക് നേരിടേണ്ടി വന്ന അനീതികളെയെല്ലാം മൗനം കൊണ്ട് പിന്തുണയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിനും വോട്ട് ബാങ്കിനും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് സുരേഷ് ഗോപിയുടെ ക്രൈസ്തവ ന്യൂനപക്ഷ സ്നേഹമെന്ന വിമർശനത്തെ ഈ വിഷയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ക്രിസ്തുവിൻ്റെ പാതയിൽ ഞങ്ങളും എന്ന പോസ്റ്ററുകളുമായി കഴിഞ്ഞ ദിവസം ഈ നാട്ടിലെ കന്യാസ്ത്രീകൾ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയത് കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പോഴും മഹാമനുഷ്യസ്നേഹി എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പറയുന്ന ഈ കേന്ദ്രമന്ത്രി മൗനത്തിൽ തന്നെയായിരുന്നു. 1 2 ദിവസമല്ല, ഇന്ന് 9ാം ദിവസമാണ്. അനീതിയുടെ 9 ദിവസങ്ങൾ. കേരളത്തിൽ ഈ 2 കന്യാസ്ത്രീകളുടെ മോചനത്തിനായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അറസ്റ്റിലായ കന്യാസ്ത്രീകളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട ഇന്ത്യൻ പാർലമെന്റിനു മുന്നിൽ പ്രതിഷേധമുയർന്നപ്പോൾ അതിനെ നയിച്ചത് വയനാട് MP പ്രിയങ്ക ഗാന്ധിയായിരുന്നു. ഇങ്ങനെ കേരളവും ഈ രാജ്യവും തന്നെ ഈ 2 കന്യാസ്ത്രീകൾക്ക്, കർത്താവിൻ്റെ മണവാട്ടികൾക്ക് നീതി നടപ്പാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടും തൃശ്ശൂരിൻ്റെ MP കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ ഇപ്പോഴും ഈ നിമിഷവും മൗനത്തിലാണ്. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വാക്കുകൊണ്ടുപോലും സുരേഷ് ഗോപി ഈ അനീതി തള്ളിപ്പറഞ്ഞിട്ടില്ല. എല്ലാം പോട്ടെ, ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള MPമാർ ലോക്സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിക്കാനിറങ്ങിയപ്പോൾ തൃശ്ശൂർ MP എന്ന നിലയ്ക്ക് അവർക്കൊപ്പം വെറുതെ ചെന്ന് നിൽക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഒരു വാക്കുകൊണ്ടുപോലും സുരേഷ് ഗോപി ഈ അനീതി തള്ളിപ്പറഞ്ഞിട്ടില്ല. എല്ലാം പോട്ടെ, ഏറ്റവും കുറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള MPമാർ ലോക്സഭയ്ക്ക് പുറത്ത് പ്രതിഷേധിക്കാനിറങ്ങിയപ്പോൾ തൃശ്ശൂർ MP എന്ന നിലയ്ക്ക് അവർക്കൊപ്പം വെറുതെ ചെന്നൊന്ന് നിൽക്കാൻ പോലും സുരേഷ് ഗോപി തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പള്ളിമേടകൾ കയറിയിറങ്ങിയ അതേ സുരേഷ് ഗോപി തന്നെയാണ് ഇങ്ങനെ നാണം കെട്ട രീതിയിൽ മൗനിയായി ഇരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. BJP ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, BJP RSS ആൾക്കൂട്ട ഭരണമാണ് നടക്കുന്നതെന്നും കന്യാസ്ത്രീകളെ ഉടൻ മോചിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ട് ഇന്നേക്ക് 5 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു.
എന്നാൽ ഇനിയും തൃശ്ശൂരിൽ നിന്നുള്ള എംപിക്ക്, കേരളത്തിൻ്റെ കേന്ദ്ര സഹമന്ത്രിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും പ്രതികരിക്കുന്ന മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന തൃശ്ശൂരിൻ്റെ എംപി എന്തുകൊണ്ടാണ് ഇനിയും പ്രതികരിക്കാത്തത്? ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയെന്നോ വേർതിരിവ് BJPക്കില്ല. ന്യൂനപക്ഷ വേട്ട എന്നത് BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം തന്നെയാണ്. അതുതന്നെയാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നതും. കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഛത്തീസ്ഗഡിലെന്ന് മലയാള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ന്യൂനപക്ഷ ഭീകര അന്തരീക്ഷം നിലനിൽക്കുന്നത് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിലാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ക്രൈസ്തവ സംരക്ഷകർ എന്ന് സ്വയം പറഞ്ഞു നടന്ന BJP ഇപ്പോൾ എവിടെയാണ്? കേരളത്തിലെ BJPയുടെ ന്യൂനപക്ഷ സ്നേഹത്തിൻ്റെ മുഖമായി നിന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു വാക്കുകൊണ്ടുപോലും മൗനം വെടിയാത്തത് എന്ന് കേരളം ചോദിക്കണം. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടാലും ഇല്ലെങ്കിലും കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കും. ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയും പ്രതിപക്ഷവും ഇവിടെയുള്ളിടത്തോളം കാലം അല്പം വൈകിയാണെങ്കിലും ഇവിടെ നീതി നടപ്പാവും. എന്നാൽ തെരഞ്ഞെടുപ്പും വോട്ട് ബാങ്കും ലക്ഷ്യം വെച്ച് ക്രൈസ്തവ സ്നേഹം വിളമ്പാനെത്തുന്ന BJPക്കും സുരേഷ് ഗോപിക്കും ക്രൈസ്തവ സമൂഹം, മതനിരപേക്ഷ കേരളവും കൃത്യമായും മറുപടി നൽകുക തന്നെ ചെയ്യും. 1000 പള്ളികളിലെത്തി കർത്താവിൻ്റെ മാതാവിന് പൊന്നിൻ കിരീടം ചൂടിച്ചാൽ അത് ക്രൈസ്തവ സ്നേഹമാകില്ല. അതിനെ ക്രിസ്തു കാട്ടിയ വഴി നടക്കാൻ നീതിയുടെ പക്ഷത്ത് നിലകൊണ്ടാൽ മാത്രം മതിയാകും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, അനീതികൾ ചെയ്തിട്ട്, അസത്യങ്ങൾ പ്രവർത്തിച്ചിട്ട് എത്ര 1000 മെഴുകുതിരികൾ കത്തിച്ചിട്ടും കാര്യമുണ്ടാകില്ല. അത് ക്രിസ്തുവോ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്നവരോ സ്വീകരിക്കില്ല. അതുമാത്രം സുരേഷ് ഗോപി ഓർമ്മയിൽ വെക്കുന്നത് നന്നാവും. സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനും സംസാരിക്കാനും മൗനം വെടിയാനും ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ വരും ദിവസങ്ങളിൽ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാനും താങ്കളെ കൊണ്ട് മറുപടി പറയിക്കാനും കേരളത്തിനോ ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസികൾക്കോ യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല. അനീതിയുടെ ഈ 9 ദിവസങ്ങളിൽ നിങ്ങൾ അനുഷ്ഠിച്ച മൗനവ്രതമുണ്ടല്ലോ സുരേഷ് ഗോപി, അത് ഈ നാട് മറക്കാൻ പോകുന്നില്ല. അല്ലെങ്കിലും സത്യവാന്മാരെ കുരിശിലേറ്റിയവരെയും കുരിശിലേറ്റാൻ കൂട്ടുനിന്നവരെയും മറന്ന ചരിത്രം ലോകത്തിനില്ലല്ലോ.